വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ NDPC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് GK ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റിലീജിയൻ ഓഫ് ഇന്ത്യ സൊറോആസ്ട്രിയൻ ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏതാണ് എ റിലീജിയൻ ഓഫ് ഇന്ത്യ സൊറോആസ്ട്രിയൻ? ഇന്ത്യ സൊറോആസ്ട്രിയൻ എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയിലെ സൊറോആസ്ട്രിയൻ എന്ന് പറയുന്ന ഒരു റിലീജിയൻ അത് ഏത് സ്റ്റേറ്റിലാണ്? മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ, കേരള. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. സൊറോആസ്ട്രിയൻ എന്ന് പറയുന്ന ഒരു റിലീജിയൻ നമ്മൾ അത്ര കേട്ടിട്ടില്ലെങ്കിലും ഇത് പാഴ്സിയുടെ വേറൊരു പേരാണ്. പാഴ്സി റിലീജിയൻ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പാഴ്സി റിലീജിയന്റെ വേറൊരു പേരാണ് എന്ന് പറയുന്നത് സൊറോആസ്ട്രിയൻ എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിലാണ് ഈ റിലീജിയനിലുള്ള കൂടുതൽ ആൾക്കാരും കാണുന്നത്. അപ്പം ഈ ഒരു റിലീജിയന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ സൗരാഷ്ട്രയാണ്. സൗരാഷ്ട്ര എന്നാണ് പറയുന്നത്. സൗരാഷ്ട്രയാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് വന്ന ഒരു റിലീജിയൻ ആണ് ഇതെന്ന് പറയുന്നത്. ഈ പാഴ്സി എന്ന് പറയുന്ന റിലീജിയൻ എന്ന് പറയുന്നത് പുരാതന കാലം തൊട്ട് ഇറാനിൽ നിന്ന് വന്നതാണ് ഈ സൊറോആസ്ട്രിയൻ എന്ന് പറയുന്ന റിലീജിയൻ. അടുത്തത്, വിച്ച് റിലീജിയൻ ഈസ് ദ ജ്യൂസ് ഫോളോസ്? ജ്യൂസ് ഫോളോ ചെയ്യുന്ന റിലീജിയൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജ്യൂ മതക്കാര് ഫോളോ ചെയ്യുന്ന അവരെന്താണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതായിസമാണ്. ജ്യൂസ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് ഗോഡ് എക്സ്പീരിയൻസ്ഡ് വഴി എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റി വഴിയാണ് പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുള്ളതാണ്. ഈ ഒരു രീതിയിലുള്ള മെസ്സേജസ് ആണ് ജൂയിഷ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ജൂതായിസമാണ് എന്ത് ചെയ്യുന്നത്? ജൂയിഷ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ജുദായിസം? ജുദായിസത്തിലായിട്ട് പിന്നെ റിലേറ്റ് ചെയ്യുന്ന ഏതാണ്? ധാമപദയാണോ, ടോറയാണോ, ഗുരു ഗ്രന്ഥ സാഹിബാണോ, ത്രിപീഡികയാണോ? ടോറയാണ് അല്ലെ? ടോറയാണ് എന്ത് ചെയ്യുന്നത്? ടോറയാണ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ജൂതായിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ടോറയാണ് ജൂതായിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ടോറയാണ്. അപ്പൊ നമുക്കെങ്കിൽ അടുത്തതിലേക്ക് നോക്കാം. Which is the following king was the father of Sanghmitra and Mahendra Barman? അപ്പം which is the following king was father of Sanghmitra? സംഘാമിത്രയുടെയും മഹേന്ദ്രവർമ്മന്റെയും ഒക്കെ ഫാദർ ആയിട്ടുള്ള രാജാവ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരുന്നു? അശോകനായിരുന്നു ഇതിന്റെ രാജാവ്. അശോകന്റെ മക്കളാണ് സംഘാമിത്രയും മഹേന്ദ്രവർമ്മനും ഒക്കെ അശോകന്റെ മക്കളാണ്. ഡാഷ് ഡെവലപ്ഡ് ധർമ്മ വിജയ, ദ പോളിസി ഓഫ് വിക്ടറി ബൈ റൈറ്റ്നസ്? ഇതാണ് ധർമ്മ വിജയത്തിന്റെ പോളിസി. ധർമ്മ വിജയ എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നത് ആരാണെന്ന് വെച്ചാൽ ആരാണ്? അശോകനാണ് ഈ പോളിസി കൊണ്ടുവന്നത്. കിങ് അശോകയാണ് ഈ ഒരു പോളിസി കൊണ്ടുവന്നത്. പിന്നീട് മൗര്യ ഡൈനാസ്റ്റിയിലാണ്. മൗര്യ ഡൈനാസ്റ്റിയുടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ആരുള്ളത്? അശോക ഉണ്ടായിരുന്നത്. എംപറർ അശോകയുടെ സക്സസർ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹൂ സക്സസർ വാസ് എംപറർ അശോക? എംപറർ അശോക എന്ന് പറയുന്നത് ആരുടെ സക്സസർ ആയിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ആൻസർ ബിന്ദുസാരയാണ്. ബിന്ദുസാരയുടെ സക്സസർ ആയിരുന്നു എംപറർ അശോക എന്ന് പറയുന്നത്. അപ്പം അശോക എന്ന് പറയുന്നത് അവന്തിയിലെ ഗവർണർ ആയിരുന്നു 269 BC-യിലൊക്കെ. പിന്നീട് എന്താണ്? അശോകവർദ്ധൻ അശോകയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചന്ദ്രഗുപ്ത മൗര്യയാണ് മൗര്യ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ചന്ദ്രഗുപ്ത മൗര്യ ആരാണ്? മൗര്യ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ആരെന്ന് പറയുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്നത് മൗര്യ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിരുന്നു. അപ്പം ആരുടെ സക്സസർ ആണ്? ബിന്ദുസാറിന്റെ സക്സസർ ആയിരുന്നു അശോകൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാനായിട്ടുള്ളത്.
Kaudilya's Arthashastra gives is information about dash and administration. കൗഡില്യന്റെ ഏതാണ് പുസ്തകം? കൗഡില്യന്റെ പുസ്തകം ഏതാണെന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്. ഏതാണ്? അർത്ഥശാസ്ത്രം. അപ്പൊ കൗഡില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഏത് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് കൗഡില്യ പറയുന്ന വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ചാണക്യ. കൗഡില്യന്റെ വേറൊരു പേര് ചാണക്യ, അല്ലെങ്കിൽ എന്താണ്? വിഷ്ണുഗുപ്ത. വിഷ്ണുഗുപ്ത. ചന്ദ്രഗുപ്ത മൗര്യന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതെന്ന് പറയുന്നത് അർത്ഥശാസ്ത്രം ഏത് ഭാഷയിലുള്ള ബുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് യൂസ് ഓഫ് ചന്ദ്രഗുപ്തന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും അതുപോലെ അഗ്രികൾച്ചറും ജസ്റ്റിസും പൊളിറ്റീസും ഒക്കെ ആയിരുന്നു ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ മൗര്യ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്? മൗര്യ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. വാട്ട് വാസ് ദ അനദർ നെയിം ഓഫ് ചാണക്യ? ചാണക്യന്റെ വേറൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചാണക്യന്റെ വേറൊരു പേര് ഏതാണ്? വിഷ്ണുഗുപ്തൻ എന്നാണ്. വിഷ്ണുഗുപ്തൻ എന്നാണ് ചാണക്യന്റെ വേറൊരു പേര്. വിഷ്ണുഗുപ്തൻ എന്നാണ്. അടുത്തത്, മെഗസ്തനീസ് വാസ് വൺ ഓഫ് ദ ഇയർലിയസ്റ്റ് എക്സ്പ്ലോറേഴ്സ് ടു കം ടു ഇന്ത്യ. ഹി വാസ് റിലേറ്റഡ് ടു വിച്ച് കൺട്രി? അപ്പൊ മെഗസ്തനീസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഇയർലിയസ്റ്റ് എക്സ്പ്ലോറർ ടു കം ടു ഇന്ത്യ. മെഗസ്തനീസ് ഏത് രാജ്യത്തെ ആളായിരുന്നു? ഏത് രാജ്യത്തു നിന്നാണ് മെഗസ്തനീസ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഫ്രം ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു ഈ മെഗസ്തനീസ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണെങ്കിൽ the 12th year of his reign ആണ്. ആരാണ് ഇദ്ദേഹം? അശോകയുടെ 12th ഇയർ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? സ്പെഷ്യൽ ഓഫീസർ ആയിട്ടൊക്കെ എന്ത് ചെയ്തത്? ഇദ്ദേഹത്തിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ഗ്രീക്കിൽ നിന്നാണ് ആര് വന്നിട്ടുള്ളത്? മെഗസ്തനീസ് വന്നിട്ടുള്ളത് ഗ്രീക്കിൽ നിന്നാണ്. അടുത്തത്, സ്റ്റോറി ഓഫ് വിച്ച് കിങ് ഈസ് സബ്ജക്ട് ഡ്രാമ മുദ്ര രാക്ഷസ. അപ്പൊ മുദ്ര രാക്ഷസയില് ഏത് രാജാവിന്റെ കഥയാണ് പറയുന്നത്? ചന്ദ്രഗുപ്ത മൗര്യന്റെ കഥയാണ് മുദ്ര രാക്ഷസയില് പറയുന്നത്. ഇവിടെയാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാര്യമാണ് മുദ്ര രാക്ഷസയില് പറയുന്നത്. അപ്പം ഇത് കമ്പോസ് ചെയ്തതാണ്. മുദ്ര രാക്ഷസ കമ്പോസ് ചെയ്ത ആരാന്നറിയാമോ? മുദ്ര രാക്ഷസ കമ്പോസ്ഡ് ബൈ ആരുടെ ബുക്കാണ്? മുദ്ര രാക്ഷസ വിശാഖദത്തനാണ്. വിശാഖദത്തനാണ് മുദ്ര രാക്ഷസ കമ്പോസ് ചെയ്തത്. ആരാണ്? വിശാഖദത്തനാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് മൗര്യൻ ഹിസ്റ്ററിയുടെ കാര്യങ്ങളും ചന്ദ്രഗുപ്ത മൗര്യന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ബുക്കായിരുന്നു എന്ന് പറയുന്നത് മുദ്ര രാക്ഷസ എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് അതിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. അടുത്തത്, വിച്ച് ഡൈനാസ്റ്റി എൻഡഡ് ദ മൗര്യ ഡൈനാസ്റ്റി? മൗര്യ ഡൈനാസ്റ്റി എൻഡ് ചെയ്തത് ആരാണ്? വിച്ച് ഡൈനാസ്റ്റി എൻഡഡ് ദ മൗര്യ ഡൈനാസ്റ്റി? സുംഗ ഡൈനാസ്റ്റി. അപ്പൊ സുംഗ ഡൈനാസ്റ്റിയാണ് എന്ത് ചെയ്തത്? മൗര്യ ഡൈനാസ്റ്റി എൻഡ് ചെയ്തത് ആരാണ്? സുംഗ ഡൈനാസ്റ്റിയാണ് മൗര്യ ഡൈനാസ്റ്റി എൻഡ് ചെയ്തത്. അപ്പം മൗര്യ ഡൈനാസ്റ്റി ലാസ്റ്റ് റൂളർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി ആരാണ്? ലാസ്റ്റ് റൂളർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി. മൗര്യ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ആരാണ്? സുംഗയാണ് ലാസ്റ്റ് റൂളർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സുംഗയാണ്. അപ്പം ബൃഹദ്രഥയാണ് മൗര്യ ഡൈനാസ്റ്റി എൻഡ് ചെയ്തത് ആരാണ്? സംഗയാണ്. അതുപോലെ തന്നെ ബൃഹദ്രഥ എന്ന് പറയുന്നത് മൗര്യ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ ആൻഡ് എന്ത് ചെയ്തു? പുഷ്യമിത്രനെ കൊന്നത് ആരാണ്? ബൃഹദ്രഥയാണ്. അതിനുശേഷം എന്ത് ചെയ്തു? സുംഗ ഡൈനാസ്റ്റിയും ഫൗണ്ട് ചെയ്തു. അപ്പം ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഹു വാസ് ദ ലാസ്റ്റ് എംപറർ ഓഫ് ദ മൗര്യ ഡൈനാസ്റ്റി? മൗര്യ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് എംപറർ ആരായിരുന്നു? ബൃഹദ്രഥയായിരുന്നു. ബൃഹദ്രഥയാണ് മൗര്യ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ. ആരാന്ന് വെച്ചാൽ ആരാണ്? ബൃഹദ്രഥയാണ് മൗര്യ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ ആയിട്ടുള്ളത്. കനിഷ്ക വാസ് റിലേറ്റഡ് ടു വിച്ച് ഡൈനാസ്റ്റി? കനിഷ്ക റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഡൈനാസ്റ്റിയിലാണ്? കനിഷ്ക റിലേറ്റ് ചെയ്തിരിക്കുന്നത് കുഷാന ഡൈനാസ്റ്റിയിലാണ് കനിഷ്ക റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കനിഷ്ക എന്ന് പറയുന്നത് കുഷാന ഡൈനാസ്റ്റിയുടെ ഒരു പവർഫുൾ ആയിട്ടൊരു റൂളർ ആയിരുന്നു കനിഷ്ക എന്ന് പറയുന്നത്. ഏത് കാലഘട്ടത്തിലാ? 78 BC-യിലാണ്. 78 BC-യില്. അതുപോലെ തന്നെ 78 AD-യില് ശക ഇറ കൊണ്ടുവന്നത് ആരാണ്? കനിഷ്കയാണ്. 78 AD-യില് ശക ഇറ കൊണ്ടുവന്നത് കനിഷ്കയാണ്. ശക ഇറ കൊണ്ടുവന്നത് കനിഷ്കയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്
കൊണ്ടുവന്നത്. ശക എറ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്നാണ് ശക എറ സ്റ്റാർട്ട് ചെയ്തത്? 78 AD നമ്മൾ പറഞ്ഞായിരുന്നു. 78 AD ശക എറ സ്റ്റാർട്ട് ചെയ്തത്. 78 AD നമ്മൾ പറഞ്ഞായിരുന്നു. 78 AD എന്ത് ചെയ്തത്? ശക എറ സ്റ്റാർട്ട് ചെയ്തത്. മോസ്റ്റ് ഫേമസ് ഓഫ് ദ കുഷാൻ കിങ്സ് ഹു വാസ് ദ തേർഡ് റൂളർ ഇൻ ദ കുഷാൻ ഡൈനാസ്റ്റി. മോസ്റ്റ് ഫേമസ് ഓഫ് ദ കുഷാൻ കിങ് ഹു വാസ് ദ തേർഡ് റൂളർ ഇൻ ദ കുഷാൻ ഡൈനാസ്റ്റി. ആരാണത്? കനിഷ്കയാണ്. കനിഷ്കയാണ് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളത്. തേർഡ് റൂളറാണ് കനിഷ്ക എന്ന് പറയുന്നത്. കുഷാന ഡൈനാസ്റ്റിയുടെ തേർഡ് റൂളറാണ് കനിഷ്ക എന്ന് പറയുന്നത്. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പെഷ്വാർ ആയിരുന്നു. ഏതാണ്? ഈ പിന്നെ കുഷാൻ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എവിടെയാണ്? പെഷ്വാറിലാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫൗണ്ടർ ഓഫ് കുഷാന ഡൈനാസ്റ്റി. ഫൗണ്ടർ ഓഫ് കുഷാന ഡൈനാസ്റ്റി. കുഷാന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. കുഷാന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ഓഫ് കുഷാന ഡൈനാസ്റ്റി എന്ന് പറയുന്ന ആരാണ്? ഫൗണ്ടർ ഓഫ് കുഷാന ഡൈനാസ്റ്റി എന്ന് പറയുന്നത് കാജുൽ കാഡ്ബസിസ് ആണ്. ആരാണ്? കുജുൽ കാഡ്ബസിസ് ആണ്. കാജുൽ കാഡ്ബസിസ് ആണ്. കുജുൽ കാഡ്ബസിസ് ആണ് ഫൗണ്ടർ ഓഫ് കുഷാൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് ഹർഷവർദ്ധന രാജ്യസഭാ പോയിറ്റ്? ഹർഷവർദ്ധനന്റെ രാജ്യസഭാ പോയിറ്റ് ആരായിരുന്നു? ബാണഭട്ടനായിരുന്നു. ആരായിരുന്നു? ബാണഭട്ടനായിരുന്നു. അപ്പൊ ബാണഭട്ട എന്ന് പറയുന്നത് എന്താണ്? കോർട്ട് പോയിറ്റ് ആണ്. ബാണഭട്ട വാസ് കോർട്ട് പോയിറ്റ്. ആണ്. ആര്? ബാണഭട്ട എന്ന് പറയുന്നത് കോർട്ട് പോയിറ്റ് ആണ്. എന്തെന്ന് പറയുന്നത്? ബാണഭട്ട ഹർഷവർദ്ധന്റെ കോർട്ട് പോയിറ്റ്. ഹർഷവർദ്ധന്റെ കോർട്ട് പോയിറ്റ് ആണ് ബാണഭട്ട എന്ന് പറയുന്നത്. സാൻസ്ക്രിറ്റ് സ്കോളർ ആയിരുന്നു അദ്ദേഹം. ആരായിരുന്നു? സാൻസ്ക്രിറ്റ് സ്കോളർ ആയിരുന്നു അദ്ദേഹം. സംസ്കൃതത്തിന്റെ സ്കോളർ ആയിരുന്നു. അതുപോലെ തന്നെ ഹർഷചരിത എഴുതിയത് ആരാണ്? ഹർഷചരിത എഴുതിയത് ബാണഭട്ടനാണ്. ആരാണ്? ഹർഷചരിത എഴുതിയത് ബാണഭട്ടനാണ്. അതുപോലെ തന്നെ എഴുതിയത് കാദംബരി എഴുതിയത് ആരാണെന്ന് വെച്ചാൽ ആരാണ്? കാദംബരി എഴുതിയതും ആരാണ്? കാദംബരിയും ഹർഷചരിതയും ഒക്കെ എഴുതിയത് ആരാണ്? ബാണഭട്ടനാണ് എഴുതിയത്. ഹർഷചരിതയും കാദംബരിയും ഒക്കെ എഴുതിയത് ആരാണ്? ബാണഭട്ടനാണ് എഴുതിയത്. അത്രയുമാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The Chinese traveler Itzing had learned Sanskrit for 3 years in. അപ്പൊ ചൈനീസ് ട്രാവലർ ഇറ്റ്സിംഗ് ആണെങ്കിൽ എന്ത് ചെയ്തു? 3 വർഷത്തോളം എന്ത് ചെയ്തു? എവിടെ നിന്നാണ് എന്ത് ചെയ്തത്? സംസ്കൃതം പഠിച്ചതെന്ന് വെച്ചാൽ എവിടെയാണ്? താമരലിപ്പട്ടിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? 3 വർഷം ഇറ്റ്സിംഗ് എന്ത് ചെയ്ത്? സംസ്കൃതം പഠിച്ചത്. കനിഷ്ക വാസ് റിലേറ്റഡ് ടു വിച്ച് ഡൈനാസ്റ്റി? കനിഷ്ക ഏത് ഡൈനാസ്റ്റിയിലാണ്? കുഷാന ഡൈനാസ്റ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? കനിഷ്ക ഉണ്ടായിരുന്നത് കുഷാന ഡൈനാസ്റ്റിയിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അപ്പൊ കനിഷ്ക ഏത് ഡൈനാസ്റ്റിയിലാണെന്നാ പറഞ്ഞേ? കനിഷ്ക ഈസ് റിലേറ്റഡ് ടു ഏത് ഡൈനാസ്റ്റിയാണ്? കുഷാന ഡൈനാസ്റ്റിയിലാണ് കനിഷ്ക റിലേറ്റ് ചെയ്തിരിക്കുന്നത്. കുഷാന ഡൈനാസ്റ്റിയിലാണ്. അടുത്തത് കനിഷ്ക വാസ് എംപറർ ഓഫ്, അത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് സക ഇറ സ്റ്റാർട്ട് ചെയ്ത് 78 AD. മോസ്റ്റ് ഫേമസ് ഓഫ് ദ കുഷാൻ കിങ് വാസ് ഹു വാസ് തേർഡ് റൂളർ ഇൻ ദ കുഷാന ഡൈനാസ്റ്റി? കുഷാന ഡൈനാസ്റ്റിയിലെ തേർഡ് റൂളറും മോസ്റ്റ് ഫേമസും ആയിട്ടുള്ള ആരാണ്? അതും കനിഷ്കൻ തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യ സെക്കൻഡ് എക്സ്റ്റെൻഡഡ് ദ ഗുപ്ത എംപയർ ടു ഗുജറാത്ത് ഇൻ ദ ഇയർ ഡാഷ് AD. ചന്ദ്രഗുപ്ത മൗര്യ ഉണ്ടല്ലോ. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യ സെക്കൻഡ് അദ്ദേഹത്തിന്റെ ഗുപ്ത എംപയർ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. എങ്ങോട്ടേക്ക്? ഗുജറാത്തിലേക്ക്. ഏത് വർഷമാണ് അദ്ദേഹം അത് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഏത് വർഷമാണ്? 390 അദ്ദേഹം അത് എക്സ്റ്റെൻഡ് ചെയ്തത്. ഗുപ്ത എംപയർ ഗുജറാത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് 390 അദ്ദേഹം അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്.
ചൈനീസ് ട്രാവലർ Siddharth had learned Sanskrit for 3 years in തമിഴിനെ പറ്റി പറഞ്ഞതാണ്. In whose reign did the famous Chinese traveler come to India? ആരുടെ കാലത്താണ് വന്നത് ഇന്ത്യയിലേക്ക്? ആരുടെ കാലത്താണ് അദ്ദേഹം വന്നതെന്ന് വെച്ചാൽ ആരുടെ കാലത്താണ്? നമ്മുടെ ആരാണ്? ഹുയാൻ ടീങ് സാങ് ഇന്ത്യയിലേക്ക് വന്നത് ആരുടെ കാലത്താണെന്ന് വെച്ചാൽ ആരുടെ കാലത്താണ്? ഹർഷവർദ്ധന്റെ കാലത്താണ്. 7th സെഞ്ചുറിയിലാണ് ഹർഷവർദ്ധൻ എന്ത് ചെയ്യുന്നത് വരുന്നത്? 7th സെഞ്ചുറിയിലാണ് ഹർഷവർദ്ധൻ എന്ത് ചെയ്തത് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം അത്രയാണ് അതിനകത്ത് നോക്കാനുള്ളത്. അടുത്തത് ലാഷ് വാസ് എ ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്ക് ഹു സ്റ്റഡീഡ് ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സ് ഇൻ നാളന്ദ ആൻഡ് ഈസ് ഫേമസ് ഫോർ 17-year long journey to India from 627 to 643 AD. അപ്പൊ ഏത് ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്കാണ് ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സ് ഇൻ നാളന്ദയെ കുറിച്ച് പഠിക്കാനായിട്ട് 17 വർഷക്കാലം ഇന്ത്യയിൽ വന്ന് നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹുയാൻ ടി സാങ് ആണ്. ഹുയാൻ ടി സാങ് ആണിത് വന്ന് ഇന്ത്യയിൽ നിന്നിട്ട് ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചത് ഹുയാൻ ടി സാങ് ആണ്. അപ്പൊ നമ്മള് 25 ക്വസ്റ്റ്യൻസ് ബുദ്ധിസവുമായിട്ടും അങ്ങനെ ജൈനിസം അങ്ങനെയുള്ള കാര്യങ്ങളും ഗുപ്ത മൗര്യ ഡൈനാസ്റ്റികളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇനിയും ബാക്കി സെക്ഷൻസ് ഉണ്ടാകും. നമ്മുടെ അടുത്തുള്ള ക്ലാസ്സുകൾ കാണുക. ഓക്കെ, താങ്ക് യു.